ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രാഹു മാറ്റത്തെ കുറിച്ചാണ്. 2025 മെയ് മാസം 18 അതായത് കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 4 ഞായറാഴ്ച രാത്രി 9:30 കുംഭം രാശിയിലേക്ക് രാഹു പ്രവേശിക്കും. രാഹുവും കേതുവും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അതായത് മറ്റ് ഗ്രഹങ്ങൾ മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും പുറകോട്ട് സഞ്ചരിക്കും. കേതു ചിങ്ങൻ രാശിയിലേക്ക് മാറുകയാണ്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി, 4-ാം പാദം, ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ വരുന്ന ഒരു കാര്യമാണ്. അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന സർവസമ്പത്പ്രദാത്രിയായിരിക്കുന്ന വ്യാഴം 4-ാം ഭാവത്തേക്ക്, അനിഷ്ടത്തിൽ നിന്ന് 4-ാം ഭാവത്തിലേക്ക് മെയ് മാസം 14 മുതൽ ഒരു വർഷത്തേന് 4-ാമിടത്ത് സുഖസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ തൊഴിൽ സ്ഥാനാധിപനും അതുപോലെ തന്നെ രാശ്യാധിപനും ഒക്കെ ആയത് വളരെ നല്ലതാണ്. ദൈവാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ മീനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാഹു മീനം രാശിയിൽ സ്ഥിതി ചെയ്യുകയായിരുന്നു, കേതു സപ്തമത്തിലും. അങ്ങനെ വളരെയധികം ദുഃഖ ദുരിതങ്ങളും നഷ്ടങ്ങളും കഷ്ടതകളും ഒക്കെ ഈ രാഹുവിനെ കൊണ്ടും കേതുവിനെ കൊണ്ടും അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ മീനം രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം രാഹുവിന്റെയും കേതുവിന്റെയും ദോഷങ്ങളിൽ നിന്ന് മുക്തി വരികയും ദൈവാധീനം വർദ്ധിക്കുകയും ചെയ്യും. എന്നിരുന്നാലും 7.5 ശനിയൊക്കെ ഉള്ള കാലമാണ്. ജന്മത്തിൽ ശനി ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് വളരെയധികം എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ്. പാപന്മാർക്ക് നിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഭാവത്തിലേക്കാണ് രാഹുവിന്റെയും കേതുവിന്റെയും മാറ്റം. അതിനാൽ അപ്രതീക്ഷിതമായി പെട്ടെന്ന് വലിയ വലിയ കടങ്ങളൊക്കെ വീടുന്നതിനോ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനും ശത്രുത മാറുക, അതായത് നല്ല സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇരുന്ന ചില വ്യക്തികളൊക്കെ അകന്നു കഴിഞ്ഞിരുന്നവർ, ബന്ധുക്കളായിരുന്നാലും അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളൊക്കെ ഒന്ന് അടുത്ത് വരുന്നതിനും യോജിക്കുന്നതിനും സ്വരുമയോടുകൂടി സന്തോഷത്തോടുകൂടി മുൻപോട്ട് പ്രവർത്തിക്കുന്നതിനും ഒക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് ഞരമ്പ് സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടായിട്ട് ദീർഘകാലമായിട്ട് വിഷമിച്ചിരുന്ന ഈ മീനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഞരമ്പ് സംബന്ധമായിട്ട്, കുടൽ സംബന്ധമായിട്ട്, കണ്ണ് സംബന്ധമായിട്ട്, ചെവി സംബന്ധമായിട്ട്, അതുപോലെ ശ്വാസ സംബന്ധമായിട്ട്, ത്വക്ക് സംബന്ധമായ ഒക്കെ രോഗങ്ങളൊക്കെ പെട്ട് വിഷമിച്ചിരുന്നവർ, അതുപോലെ മാനാപമാനങ്ങളൊക്കെ പെട്ട് ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്ന മാന്യത നഷ്ടപ്പെട്ടു പോയവർക്ക് അതൊക്കെ തിരിച്ചു പിടിക്കുന്നതിനും ദൈവാധീനം വർദ്ധിക്കുകയും രാഹുവും കേതുവും ഒക്കെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഏതെങ്കിലും തരത്തിലൊക്കെ കൊള്ളുകേലാത്ത പ്രണയങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോകുന്നതിനും, നല്ല ഒരു വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന യുവതി യുവാക്കൾക്കും മധ്യവയസ്കർക്കും ഒക്കെ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുന്നതിനൊക്കെ ഈ രാഹു കേതുക്കളുടെ മാറ്റങ്ങൾ അനുകൂലമാണ്. എന്നിരുന്നാലും കുടുംബത്ത് പ്രത്യേകിച്ച് 7 ശനിയൊക്കെ ഉള്ള കാലമാണ്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. കൃത്യസമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കുക. അന്നന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ അന്നന്ന് ചെയ്യുവാൻ പരമാവധി ശ്രദ്ധിക്കണം. അലസതയൊക്കെ ഉണ്ടാകാം. അതൊക്കെ മാറ്റിവെച്ച് വളരെ ശ്രദ്ധയോടും ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടിയൊക്കെ വേണം കാര്യങ്ങളുടെ കുടുംബ അംഗങ്ങളുമായിട്ടും മറ്റു ഉള്ളവരുമൊക്കെ ആയിട്ട് ഇടപെടുവാനായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കടങ്ങളൊക്കെ മാറുന്നതിന് യോഗമുണ്ട്. ആയുർ സംബന്ധമായിട്ടും പൊതുവെ നല്ല ഒരു സമയമാണ്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന്റെ അനുഗ്രഹം ഒരു വർഷത്തേന് ആയുർഭാവത്തിലേക്ക് പൂർണ്ണദൃഷ്ടി ചെയ്യുന്നതിനാൽ രാഹുവിന്റെയും കേതുവിന്റെയും ഗുണം വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ വളരെ പരിശ്രമിച്ചിട്ടും കിട്ടാത്ത ചില അംഗീകാരങ്ങൾ ഈ ഒരു വർഷം വന്നു ചേരുവാൻ യോഗമുള്ള ഒരു കാലമാണ്. IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരായാലും മറ്റ് മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും ഒക്കെ വിജയങ്ങളും വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പഠിച്ച വിദ്യക്ക് അനുസരിച്ച് ജോലി കിട്ടാതെ വിഷമിച്ച് നിന്നിരുന്ന ഈ പൂരിട്ടാതി, 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ജോലി കിട്ടുന്നതിനും ഒക്കെ നല്ല യോഗമുണ്ട്. വിദേശത്ത് പോകുന്നതിനും അനുകൂലമാണ്. ഗമനാധിപനായിരിക്കുന്ന ആ രാഹു സ്ഥാനഭ്രംശസ്ഥാനമായ വ്യയസ്ഥാന 12-ാം ഇടത്തേക്ക് വന്നിരിക്കുമ്പോൾ ഈശ്വരാധീനം, പൂർണ്ണമായ ദൈവാധീനവും കൂടി ആ സ്ഥാനഭ്രംശ സ്ഥാനത്തേക്കൊക്കെ ഉള്ളതിനാൽ രാശിയുടെ അധിപന്റെ സ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വിദേശത്ത് പോയി നല്ല രീതിയിൽ ഉയർച്ച പ്രാപിക്കുവാനൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ്.
ഏത് കാര്യത്തിലും വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കാം. പ്രധാനമായിട്ട് നാഗരാജാവിന് യഥാശക്തി അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക, നാഗരാജ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. കൂടാതെ ആയില്യ പൂജകളിലൊക്കെ പങ്കെടുക്കുക. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.